ഇനി എന്താണ് മെത്തേഡ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ സഹായിക്കുന്ന കുറേ നിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ് മെത്തേഡ് എന്ന് പറയുന്നത്. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഇത് ഫംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മെത്തേഡിന് വാല്യൂ റിട്ടേൺ ചെയ്യാനും ചെയ്യാതിരിക്കാനും കഴിയും. മെത്തേഡുകൾക്ക് ഒരു പേരും കാണും. പേര് ഉപയോഗിച്ചാവും ഇവ കോൾ ചെയ്യപ്പെടുന്നത്. എവിടെയാണോ നമുക്ക് മെത്തേഡിനെ വിളിക്കേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ മെത്തേഡിനെ പേര് ഉപയോഗിച്ച് വിളിക്കുക. അതിനകത്ത് എന്തെങ്കിലും നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ടും പറ്റും. എന്തിനാണ് മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. കോഡ് റീയൂസ് ചെയ്യാനും സമയം ലാഭിക്കാനുമാണ് നമ്മൾ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു മെത്തേഡിൻ്റെ സാമ്പിള് നമുക്ക് പരിശോധിക്കാം. എങ്ങനെ ഒരു മെത്തേഡ്, എന്തൊക്കെ കമ്പോണൻസുകളാണ് ഒരു മെത്തേഡിൽ കാണുക എന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് പബ്ലിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ പബ്ലിക് എന്ന് പറയുന്നത് ഒരു മോഡിഫയർ ആണ്. ജാവ 4 മോഡിഫയറുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, അതൊരു കീവേഡാണ്, ഒരു ഡേറ്റ ടൈപ്പ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഈ മെത്തേഡിൻ്റെ കേസിൽ അതൊരു റിട്ടേൺ ടൈപ്പാണ്. അതായത് നമുക്ക് മെത്തേഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ ആ മെത്തേഡിൽ നിന്ന് വരുന്ന ഡേറ്റയുടെ ടൈപ്പാണ് ഈ റിട്ടേൺ ടൈപ്പായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു ഇൻറ്റീജറാണ്. കൂടാതെ കാൽക്കുലേറ്റ് എന്ന് പറയുന്നത് ഈ മെത്തേഡിൻ്റെ നെയിമാണ്. അതിനുശേഷം വന്നിരിക്കുന്നത് പാരാമീറ്റർ ലിസ്റ്റാണ്. അതായത് ഈ മെത്തേഡിലേക്ക് 2 വാല്യൂസ് പാസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ആ വാല്യൂസിനെ മെത്തേഡിൻ്റെ ബോഡിയിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അതിനുശേഷം വരുന്നത് ബോഡി ഓഫ് ദ മെത്തേഡാണ്. അതിലാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എഴുതുക. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ കാൽക്കുലേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡിഫയേഴ്സിനെ പറ്റിയാണ്. അതായത് മെത്തേഡുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇവ എവിടെയെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിർവചിക്കുന്ന ഒരു ആക്സസ് സ്പെസിഫയേഴ്സ് ആണ് ഈ മോഡിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായും 4 മോഡിഫയേഴ്സ് ആണ് നമുക്കുള്ളത്. പബ്ലിക്, പ്രൊട്ടക്റ്റർ, പ്രൈവറ്റ് ആൻഡ് ഡീഫോൾട്ട്. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആപ്ലിക്കേഷനുള്ള എല്ലാ ക്ലാസ്സുകൾക്കും പബ്ലിക്കായിട്ട് ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡോ ക്ലാസ്സുകളോ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആക്സസിബിൾ വിത്തിൻ ദ ക്ലാസ് ആൻഡ് ഇറ്റ്സ് സബ് ക്ലാസ്. അതായത് ആ ക്ലാസ്സിനും ആ ഡിഫൈൻ ചെയ്യുന്ന ക്ലാസ്സിനും അതിൻ്റെ സബ് ക്ലാസ്സിനും ആക്സസ് ചെയ്യാൻ പറ്റൂ. പ്രൈവറ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിന് മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ കഴിയൂ. ഡീഫോൾട്ട് എന്ന് പറയുന്നത് ആക്സസിബിൾ വിതിൻ സെയിം ക്ലാസ് ആൻഡ് പാക്കേജ്. അതായത് ആ ക്ലാസ്സിനും അതിൻ്റെ പാക്കേജിലും, അതെവിടെയാണോ ഡിഫൈൻ ചെയ്യുന്ന പാക്കേജിനും ആക്സസ് ഉണ്ടായിരിക്കും.